ഉണർവാണ് യഥാർത്ഥ ആരാധനയിലേക്കും യഥാർത്ഥ റെവറന്റ് വർഷിപ്പിലേക്കും നയിക്കുന്നത്. റെവലേഷൻ ലീഡ്സ് ടു റെവറന്റ് വർഷിപ്പ്. ദൈവവചനം വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ, ക്ലിയർ ആയിട്ട് ദൈവവചനത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ആരാധന, യഥാർത്ഥ വർഷിപ്പ്, ഭയഭക്തിയോടെ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാൻ കഴിയുന്നത്. റിവൈവലിന്റെ രണ്ടാമത്തെ അടയാളമാണ് വചന ശുശ്രൂഷയിൽ നിന്ന് വെളിപ്പെടുന്ന ആരാധന, ദൈവത്തിനുള്ള മഹത്വം. ഏലായിട്ട് കൊടുക്കണ്ട. വർഷിപ്പ് ലീഡറല്ല, പലരും വാർഷിപ്പ് ലീഡറാണ്. വാർഷിപ്പ് യുദ്ധക്കപ്പൽ നയിക്കുന്നതിന്റെ ഒരു മറ്റും ഭാവമാണ്. ആൾക്കാരെ എന്തൊക്കെ പറഞ്ഞാണ്. കഴിഞ്ഞ ആഴ്ച എത്ര പേര് മരിച്ചു എന്ന് ഓർത്തെ. കഴിഞ്ഞ ആഴ്ച നിങ്ങളൊക്കെ ജീവനോട് ഇരുന്നല്ലോ, അതോർത്തെങ്കിലും ഒന്ന് സ്തോത്രം ചെയ്ത് ഇങ്ങനെ ജനത്തെ കുത്തിപ്പൊക്കി ആരാധിപ്പിക്കുക. റിയൽ വർഷിപ്പ് ലീഡർ ആരാന്നറിയാമോ? വേറെ ഒരിടത്ത് നോക്കണ്ട. ഈ വാക്യത്തിൽ എനിക്ക് മനസ്സിലായത്, ദ എക്സ്പോസിറ്റർ ഈസ് ദ റിയൽ വർഷിപ്പ് ലീഡർ. ഇവിടുത്തെ വർഷിപ്പ് ലീഡർ എസ്രായാണ്. ദൈവവചനം ശുശ്രൂഷിക്കുന്നയാളാണ് ജനത്തെ ആരാധനയിലേക്ക് നയിക്കുന്നത്. എന്താ ആരാധന? എന്താ? ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് ഉൾക്കൊണ്ട് ആ വെളിപ്പാടിന്റെ ആ ഒരു തിരിച്ചറിവിൽ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നതാണ് കോർപ്പറേറ്റ് വർഷിപ്പ്. സാമൂഹമായുള്ള ആരാധന എന്ന് പറയുന്നത് ദൈവിക വെളിപ്പാട്. ദൈവം ആരാ, അവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ വെളിപ്പാടിനോടുള്ള നമ്മുടെ ഹൃദയംഗമായ സാഷ്ടാംഗമായ പ്രതികരണമാണ്. നോക്കിവിടെ, കരങ്ങളെ ഉയർത്തി ആമേൻ ആമേൻ. ആരെ കൊണ്ടും ഡ്രില്ല് ചെയ്യിപ്പിക്കണ്ട. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ ഒടിപ്പിക്കണ്ട. ഒന്ന് കൈ ഉയർത്തി 3 വട്ടം ഒന്ന് ഹല്ലേലൂയ പറഞ്ഞ് അങ്ങനെ PT മാഷിനെ പോലെ ഡ്രിൽ എടുപ്പിക്കണ്ട. ബൈബിളിലെ വെളിപ്പാട് ഉള്ളതുപോലെ വ്യാഖ്യാനിച്ച് പൊരുൾ തിരിച്ചു കൊടുക്കുമ്പോൾ അവിടെയാണ് ആരാധന വെളിപ്പെടുന്നത്. അതാണ് കത്തുന്നത്. വചന വെളിപ്പാടിൽ ഉണ്ടാകുന്ന കത്തലാണ് യഥാർത്ഥ കത്തൽ. അല്ലാതെ ഇമോഷണലി those who are happy today, എല്ലാവരും ഹാപ്പി അല്ല. ചിലരൊക്കെ ജോലിയിൽ നിന്ന് ടെൻഷനിൽ വന്നിരിക്കുന്നവരുണ്ട്. ചിലരൊക്കെ വലിയ ജോലി പോയി വന്നിരിക്കുന്നവരുണ്ട്. വീട്ടിൽ മുറ്റം വഴക്ക് കഴിഞ്ഞ് വന്നിരിക്കുന്നവരുണ്ട്. Everybody is not happy, but the worship leader is asking, are you happy today? If you are happy, then you raise your hands. If you are sad, you cannot raise your hands, so better keep it down. Whether you are happy or not, when you understand the clear exposition of God's word, nobody needs to force you. You will lift your hands and worship your God. ദൈവം ആരാണെന്നുള്ള വെളിപ്പാടിലാണ് ആരാധന. അല്ലാതെ എന്റെ മൂഡ് അനുസരിച്ചാണെങ്കിൽ എനിക്ക് എല്ലാ ഞായറാഴ്ച ഒന്നും കൈവക്കാൻ തോന്നത്തില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, എന്റെ കാര്യം ഞാൻ പറയാം. എന്റെ തോന്നലിനനുസരിച്ചാണ് ആരാധന വെളിപ്പെടുന്നെങ്കിൽ, ഇഫ് യു ആർ ഹാപ്പി ആൻഡ് യു നോ, അത് പിള്ളേരെ പഠിപ്പിക്കാൻ കൊള്ളാം. പക്ഷെ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ വെളിപ്പാടിനെ ഗ്രഹിച്ചിട്ട് ആ വെളിപ്പാടിനോടുള്ള പ്രതികരണമാണ്. The Bible teacher is the worship leader. ഞാനല്ല പറയുന്നത്, ഇത് എന്റെ ആശയമാണെങ്കിൽ just put it in the trash. This is the Bible. If you have any disagreement, you have your disagreement with the Bible. ഞാൻ വളരെ ഹൃദയ വേദനയോടും ഭാരത്തോടുമാണ് പറയുന്നത്. ഇന്ന് കാണുന്ന ആരാധനയല്ല, അത് ഇമോഷണൽ ഗിമിക്സ് ആണ്. അത് ആൾക്കാരെ വൈകാരികമായി ട്യൂൺ ചെയ്യുവാൻ, ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നത് പോലെ ആൾക്കാരെ ഇളക്കാൻ വിദ്യ പഠിച്ചവരുടെ വിദ്യയിൽ നമ്മൾ അങ്ങ് മതിമറന്നു പോകുന്നതാണ്. അല്ലാതെ ആരാധനയല്ല. ഇതാണ് ആരാധന. ദൈവവചനം പ്രസംഗിക്കുന്നവൻ ദൈവത്തിന് മഹത്വം കരറ്റുക, പ്രസംഗിക്കുക. ഞാൻ ഇപ്പൊ ആരാധിക്കുക. ബിനുപാസ്റ്റർ പാട്ടുകളിൽ നയിച്ചപ്പോൾ തീർച്ചയായും നമ്മൾ ആരാധിക്കുകയായിരുന്നു. ചിലർ ചിന്തിക്കുന്നത് ആരാധന അപ്പൊ കഴിഞ്ഞു, ഇപ്പൊ പ്രസംഗം തുടങ്ങി. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. ഇപ്പോഴും ആരാധന തുടരുകയാണ്. I am worshiping my Lord through this preaching. ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം ആരാണെന്നും ദൈവത്തിന്റെ സത്യവചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവിടത്തേക്ക് മഹത്വം കയറ്റുകയാണ്. I worship and I preach. അതാണ് എസ്ര ചെയ്യുന്നത്. എസ്ര പുസ്തകം തുറന്ന് ഏതോ 4 പോയിന്റ് നെറ്റിനെടുത്തതോ അവിടുന്ന് തട്ടിക്കുട്ടിയതോ പറഞ്ഞു കൊടുക്കുകയല്ല. ദൈവത്തെക്കുറിച്ച് വെളിപ്പാട് പൊരുൾ തിരിച്ച് ജനത്തിന് കൊടുക്കുമ്പോൾ എസ്ര പ്രൈസ് ദ ലോർഡ്, ദ ഗ്രേറ്റ് ഗോഡ്.
And all the people responded, Amen, Amen. They bowed down and worshiped the Lord with their faces in the ground. സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുകയാണ്. റിവൈവൽ വരുമ്പോൾ, ആരാധന വെളിപ്പെടുമ്പോൾ ഇമോഷൻസ് പുറത്തു വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇമോഷൻസ് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ആർ സ്പിരിച്വാലിറ്റി, എനിക്ക് തർക്കമില്ല. പക്ഷെ ഇമോഷൻ വേറെ, ഇമോഷണലിസം വേറെ. ഇമോഷൻ ഡ്രിവൻ വർഷിപ്പ് വേറെ, ട്രുത്ത് ഡ്രിവൻ വർഷിപ്പ് വേറെ. ഇന്ന് കാണുന്നത് ഇമോഷൻ ഡ്രിവൻ ഫോൾസ് വർഷിപ്പാ. വികാരത്തിൽ മാത്രം അടിസ്ഥാനമിട്ട ആരാധനയാണ്. പക്ഷെ യഥാർത്ഥ ആരാധന വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാ. ആ ആരാധനയിൽ ഞാൻ ദൈവത്തോട് പ്രതികരിക്കുമ്പോൾ എൻ്റെ എല്ലാ തലങ്ങളും, ശരീര, ദേഹ, ദേഹി, ആത്മാവ്, ഇതെല്ലാം ആരാധനയിൽ ദൈവത്തോട് പ്രതികരിക്കുക. എൻ്റെ വികാരവും അതിൽ പ്രതികരിക്കുന്നുണ്ട്. വികാരപരമായിട്ടാണ് ഞാൻ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നത്, തെറ്റില്ല. പക്ഷെ എൻ്റെ ആരാധനയുടെ അടിസ്ഥാനം വികാരമല്ല. My foundation is God's word. But when I respond, there may be emotions. Okay. True revival can happen with emotions. There will be high enthusiasm, but there will be reverential awe. ദൈവ മഹത്വം വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ കൂടി ദൈവം ആരാണെന്ന് മനസ്സിലാകുമ്പോൾ ഭയഭക്തിയാണ്. ഭയങ്കരനായ ദൈവത്തിന്റെ മുൻപിൽ റെവറൻസ്, ആദരവ്, ഭയഭക്തിയാണ് വെളിപ്പെടേണ്ടത്. ദൈവവചനം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വെളിപ്പെട്ട ആരാധനയാണ് നമ്മൾ ഇവിടെ കാണുന്നത്.